ഡോക്ടറെ, ഇപ്പം ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ എല്ലാം വളരെ നല്ല രീതിയിൽ പോകുമ്പോഴും ചില ക്യാൻസർ പേഷ്യൻസിൽ പേഷ്യന്റിന്റെ നിസ്സഹകരണം കൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും. അതിൽ എന്താണ് ഒരു അനുഭവം പറയാൻ പറ്റുമോ? ഒരു അനുഭവമല്ല, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചികിത്സാ രീതികൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. ഇപ്പോൾ സ്നേഹവാനം, നസ്യം, വമനം, ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾക്ക് പേഷ്യൻറ്റിൻ്റെ സഹകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, മെഡിസിൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, പിന്നെ കുളിക്കാൻ പാടില്ല, അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് അത് നിർബന്ധമായിട്ട് ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഉണ്ടാവും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന പേഷ്യൻസ് നമുക്കുണ്ട്. പക്ഷേ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സഹകരണം വളരെ അത്യാവശ്യമാണ്. വമനമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻറ്റ് കോപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നല്ലോണം വമനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പേഷ്യൻ്റ് സൈഡിൽ ഇപ്പോൾ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിലും പാർട്ട്നേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരു ഫാമിലി കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്തൊരു പേഷ്യൻ്റാണ് എൻ്റെ മനസ്സിലിപ്പോൾ വന്നത്. ഫുൾ ഫാമിലിക്ക് ആൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മളും അതേപോലെ തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു രീതിയിൽ ഇതൊരു ബ്രെയിൻ ട്യൂമർ കേസായിരുന്നു. പക്ഷേ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിലക്കുള്ള സഹകരണം ഉണ്ടായിരുന്നില്ല. അവർ ഫസ്റ്റ് അഡ്മിഷന് വന്നിട്ട് എങ്ങനെ ഒരു 14 ദിവസം നിന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 14 ദിവസം വേറെയുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും, കുറച്ച് ടഫായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല. ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ മാത്രം അവർ ചെയ്തു. അത് നമ്മൾ പിടിച്ചു നിർത്തിയ പോലെയാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ നെക്സ്റ്റ് സ്കാനിങ് ചെയ്തപ്പോൾ തന്നെ അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, കേസിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇത്രയും സഹകരണക്കുറവുണ്ടായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോഴും ഫാമിലിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ അവർ വീണ്ടും വരും, അഡ്മിഷന് വരും, മെഡിസിന് അപ്പോഴാണ് ഫ്രണ്ട്സ് ഇതേപോലെ കൂട്ടിയിട്ട് വരും. പാരൻസ് പറഞ്ഞാൽ കേൾക്കാണ്ടാവും, പാർട്ട്നേഴ്സ് പറഞ്ഞാൽ കേൾക്കാണ്ടാവുമ്പോൾ ഫ്രണ്ട്സിനെ കൊണ്ട് പറയിപ്പിക്കും ഫാമിലി. അങ്ങനെ ഫ്രണ്ട്സ് നിർബന്ധിച്ചിട്ട് പിന്നെ ഗുണ്ടകളെ പോലെ കൂടെ വന്നിട്ടാണ് നമ്മളടുത്ത് ചികിത്സയ്ക്ക് വന്നിരുന്നത് ആ പേഷ്യൻറ്റ്. അങ്ങനെ അവർ വന്ന് നെക്സ്റ്റ് ടൈമൊക്കെ അവർ അഡ്മിഷന് വന്നപ്പോൾ ഒരു 2 days ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്ക് മാനസികമായിട്ട് വീട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്ത. ഇതിൽ ഒന്ന് രോഗത്തിൻ്റേതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട്. മറ്റേതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഞാനിപ്പോൾ മരിച്ചു പോവും, അതുകൊണ്ട് എൻ്റെ ടൈം വെറുതെ കളയണ്ട, ഞാൻ എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഇരിക്കട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ വരുന്നവരുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റിന് കോപ്പറേറ്റ് ചെയ്യാണ്ട് നമ്മളോട് വാശി പിടിച്ചിട്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോവും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇതേപോലെ ബുദ്ധിമുട്ട് വരാറുണ്ട്.